Dear students, I am Shanoj Lal. Welcome to my class. Last class we have third degree polynomial. Zeros of a third degree polynomial. We know that for a third degree polynomial, at most 3 zeros. Now we will division algorithm for polynomials. പാർട്ടാണ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു സീറോ അവിടെ തന്നിട്ടുണ്ട് വിചാരിച്ചോളൂ. എന്താണ് ഗിവൺ എ സീറോ ഓഫ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. വി നോ ദാറ്റ് ഇറ്റ് ഹാസ് അറ്റ് മോസ്റ്റ് 3 zeros അല്ലേ. വി വാണ്ട് ടു ഫൈൻഡ് ദി അതർ 2 zeros ഓഫ് ദിസ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ. സോ ഹൗ ടു ഫൈൻഡ് ദാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കൂടെ അല്ലേ. എങ്ങനെയാണ് നമുക്കതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നോക്കാം. ലിസൺ, 1 ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. എന്താ തന്നിട്ടുള്ളത്? ഗിവൺ ദാറ്റ് x ഈക്വൽ ടു 1 എന്ന അർത്ഥം അല്ലേ. 1 ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഈസ് എ സീറോ എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിൻ്റെ ഫാക്ടറാണ് നമ്മൾ എന്തെന്ന് എഴുതുക. ദെൻ വി നോ ദാറ്റ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദ ഗിവൺ പോളിനോമിയൽ അല്ലേ. ലെറ്റ് ഇറ്റ് ബി പി ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ് ആര്? എക്സ് മൈനസ് 1 അല്ലേ. സോ വി നോ ഹൗ ടു ഡിവൈഡ് ദിസ് ക്യൂബിക് പോളിനോമിയൽ. 9th പഠിച്ചതാണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം? നമുക്ക് ഈ ക്യൂബിക് പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലാണോ നോക്കുക. ഈസ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം. ദെൻ വി റൈറ്റ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3. വി സ്റ്റാർട്ട് ഡിവൈഡിങ് ബൈ വാട്ട്? എക്സ് മൈനസ് 1. ഓക്കെ, നമ്മൾ സാധാരണ എന്തിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന് ഡിവിഡൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന് ഡിവൈസർ എന്നും ഡിവൈഡ് ചെയ്ത ശേഷം കിട്ടുന്നതിന് കോഷ്യൻറ്റും റിമൈൻഡർ എന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്കിവിടെ ഈ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ആണ്. ഡിവൈസർ എക്സ് മൈനസ് 1 ആണ്. ഇതിന് കോഷ്യനിലെ ഫസ്റ്റ് ടൈം കിട്ടണം അല്ലേ. കോഷ്യനിലെ ഫസ്റ്റ് ടൈം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിവിഡൻറ്റിലെ ഫസ്റ്റ് ടേമിനെ ഡിവൈസറിലെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവിഡൻറ്റിലെ ഫസ്റ്റ് ടൈം എക്സ് ക്യൂബ് ആണ്. ഡിവൈസറിലെ ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് ആണ്. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ. സോ ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദി ക്വസ്റ്റ്യൻ ദാറ്റ് വി നോ അല്ലേ. 9th പഠിച്ചതാണ് എക്സ് സ്ക്വയർ. ദെൻ വാട്ട് വി ഡു? വി മൾട്ടിപ്ലൈ ഈച്ച് ടേം ഓഫ് ദിസ് ഡിവൈസർ ബൈ വാട്ട്? ദിസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. ദെൻ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ഈസ് മൈനസ് എക്സ് സ്ക്വയർ. Then what we do? ഇതിൻ്റെ ഒന്നെങ്കിൽ ഇത് സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ സൈന് ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്, വി ചേഞ്ച് ദിസ് സൈൻ ആസ് നെഗറ്റീവ്. ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്, വി ചേഞ്ച് ദിസ് സൈൻ ആസ് പോസിറ്റീവ്. ദെൻ വി ആഡ്. സോ ദിസ് വിൽ ബി 0. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? മൈനസ് 3x സ്ക്വയർ പ്ലസ് 1x സ്ക്വയർ ഈസ് മൈനസ് 2x സ്ക്വയർ. ദെൻ വി റൈറ്റ് ദി നെക്സ്റ്റ് ടേം. It is minus x. Again we take the dividend as minus 2x square. Then we divide this minus 2x square by what? X. Minus 2x square by x will give minus 2x. Then the second term of the quotient will be that it is minus 2x. Then we multiply this x minus 1 by minus 2x. അപ്പോൾ x minus 1 into minus 2x ആണ്. Minus 2x into x is minus 2x square and minus 2x into minus 1 is plus 2x. Again we change the sign of this as positive and this as negative and we start adding. So we get it is 0. What about here? Minus x and minus 2x. Minus 1x minus 2x is minus 3x and we write the last term, constant term, it is 3. Again we start dividing this minus 3x by the first term of the divisor. It is x. So we get the third term of the quotient as minus 3. We write that minus 3 here and start multiplying this minus 3 by what? X minus 1. So minus 3 into x is minus 3x and minus 3 into minus 1 is plus 3. So we get the remainder as 0. സോ ഇവിടെ റിമൈൻഡർ 0 കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇത് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ആണ് അല്ലേ. എക്സ് ഈക്വൽ ടു 1 ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ ദാറ്റ് വി നോ. സോ എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ എന്ന് പറയാം. എക്സ് മൈനസ് 1 ഫാക്ടർ ആയതുകൊണ്ടാണ് ഇവിടെ 0 കിട്ടിയത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? കോഷ്യൻ്റ് എന്ന് കിട്ടിയത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 എന്നാണ് കിട്ടിയത് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ആണ്. നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആരുടെ ബാക്കി 2 ഫാക്ടേഴ്സ്? ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ 2 ഫാക്ടേഴ്സ് കാണാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ മതി. ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? മൈനസ് 3യും അല്ലേ. ആഡ് ചെയ്താൽ മൈനസ് 2 കിട്ടുന്ന നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം. എന്താണ് കിട്ടേണ്ടത്? പ്രോഡക്റ്റ് ഈക്വൽ ടു മൈനസ് 3
സം എന്ത് കിട്ടണം? ഇറ്റ് ഈസ് -2. ദോർ നമ്പേഴ്സ് അങ്ങനെയുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ, ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സ് ഉണ്ടാവുക? പ്രോഡക്റ്റ് -3 സം -2 ആണെങ്കിൽ -3 ആൻഡ് +1 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ -3 ആഡ് ചെയ്താൽ -2. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പം ക്യൂ ഓഫ് എക്സിൻ്റെ ഫാക്ടേഴ്സ് കിട്ടുന്നത് എക്സ് -3 ആൻഡ് എക്സ് +1. ദ ഫാക്ടേഴ്സ് ഓഫ് വാട്ട്? x² - 2x -3. So we get all factors of this p of x. So p of x എന്ന് പറയുന്ന ഫാക്ടേഴ്സ് x -1, x +1 ആൻഡ് x -3. ഇത്രയല്ലേ ഫാക്ടേഴ്സ് കിട്ടിയത് അല്ലേ? ഓക്കെ. So how to find its zeros? Since x +1 is a factor, x equal to -1 is a 0 അല്ലേ? is a 0. പിന്നെ ഏതാ വരുന്നത്? അതുപോലെ തന്നെ x -3 ഈസ് എ ഫാക്ടർ. വാട്ട് ഹാപ്പൻ? x ഈക്വൽ ടു +3 ഈസ് എ 0. ഓൾസോ ഗിവൺ ദാറ്റ് x -1 ഫാക്ടർ ആവുന്നത് എപ്പോഴായിരുന്നു? x ഈക്വൽ ടു 1 ഒരു 0 ആയതുകൊണ്ടാണ്. സോ ദ സീറോസ് ആർ അല്ലേ, സീറോസ് ആർ ആരൊക്കെയാണ് സീറോസ് വരുന്നത്? 1, -1 ആൻഡ് 3 ആർ ദി സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസേഷൻ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ക്യൂബിക് പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 0 തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 2 സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഒരു 0 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫാക്ടർ എന്ന് കണ്ടുപിടിക്കണം. ആ ഫാക്ടർ കണ്ടുപിടിച്ച ശേഷം നമ്മൾ ബാക്കി 2 ഫാക്ടേഴ്സും ഫാക്ടറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ അതിനെ ഫാക്ടറൈസ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നോക്കേണ്ടത് എന്താണ്? ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാക്ടർ ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 0 ആണെന്നുള്ള ശ്രദ്ധിക്കണം കേട്ടോ. ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ എന്താണ്? 0 ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ. ഡിവൈഡ് 2x² + 3x + 1 ബൈ x + 2. നമുക്കൊന്ന് ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാം. 2x² + 3x + 1 x + 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഡിവിഡൻറ്റ്? 2x² + 3x + 1 ആണ് ഡിവിഡൻറ്റ്. ഡിവൈസർ എന്താണ്? x + 2 ആണെന്ന് നിങ്ങൾക്കറിയല്ലോ. ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ വി ഹാവ് 2x² + 3x + 1. വി വാണ്ട് ടു ഡിവൈഡ് ദിസ് ബൈ വാട്ട്? x + 2. ഓക്കെ, സോ വാട്ട് is the first term of this quotient? To get that term, we divide the first term of the dividend by first term of the divisor. It is x. So we get 2x. So 2x ആണ് first term എന്ന് പറയുന്ന quotient. 2x കൊണ്ട് x നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 2x². Then 2x into 2 is 4x. Change the sign and add. Okay, so we get 0 x². No need to write that. And here we have -x + 1. Again we divide the first term -x by the first term of the divisor. So we get -1. We put that -1 here and multiply this x - 2 by -1. So we get -x - 2 and change the sign and we start adding. So we get 3. So instead of the remainder 0, we get the remainder as 3 here. അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ റിമൈൻഡർ 0 ആണ് കിട്ടിയത്. പക്ഷേ ഇവിടെ റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 3 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ റിമൈൻഡർ ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് എഴുതിയിട്ടുള്ള പോളിനോമിയലിനെ p of x എന്ന് വിചാരിക്കാം. ലെറ്റ് p of x ഈക്വൽ ടു 2x² + 3x + 1 ആൻഡ് g of x as the divisor, it is x + 2 and the quotient q of x as 2x - 1 and here we have the remainder, it is 3. It is clear that the power of the remainder is always less than that of divisor. അല്ലേ? പവർ ഓഫ് ദി റിമൈൻഡർ എന്തിനേക്കാൾ ചെറുതാണ്? ഡിവൈസറിനേക്കാൾ ചെറുതാണ് എപ്പോഴും. അല്ലേ? റിമൈൻഡറിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ പവർ 0 ആണ്. ഡിവൈസറിൻ്റെ പവർ എത്രയാണ്? ഇവിടെ പവർ 1 ആണ്. അപ്പോൾ അത് ആലോചിക്കണം അല്ലേ? പവർ ഓഫ് റിമൈൻഡർ ഈസ് വാട്ട്? ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡിവൈസർ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ്. അപ്പോഴാണ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാറുള്ളത് അല്ലേ? എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? നമ്മളൊരു പ്രോസസ്സ്, ഡിവിഷൻ പ്രോസസ്സ്, ലോങ് ഡിവിഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ എപ്പോഴാണ് നോക്കുന്നത്? നമുക്ക് ഡിവൈസറിൻ്റെ പവറിനേക്കാൾ ചെറുതായി വരിക ആരുടെ പവർ? നമ്മളുടെ റിമൈൻഡറിൻ്റെ പവർ ചെറുതാവുന്ന സമയത്ത് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ ഇതാണ്. ഈ പോളിനോമിയൽ നമ്മളൊരു കാര്യം ചെയ്തോളൂ. ഈ ഇവിടെ നമ്മൾ 2x - 1 എന്ന് പറയുന്നതും അതായത് g of x-ഉം അതുപോലെ തന്നെ q of x-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിച്ചോളൂ. g of x-ഉം q of x-ഉം തമ്മിൽ മൾട്ടിപ്ലൈ എന്ന് വിചാരിച്ചോളൂ. x + 2 × 2x - 1
ഓക്കെ, എക്സ് പ്ലസ് 2 ഇൻറ്റു 2x മൈനസ് 1. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2x സ്ക്വയർ പ്ലസ് 4x minus 2 minus x, or we get 2x square plus 3x minus 2 is the product of g of x and q of x. That is, q of x is the quotient and g of x is the divisor. The product of quotient and divisor is 2x square plus 3x minus 2. If we add the remainder 3 to this product, what happened? 2x square plus 3x minus 2 plus 3, so 2x square plus 3x plus 1. So this 2x square plus 3x plus 1 will be equal to this p of x. സോ ഇതൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ. എന്താണ് കാര്യം? നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്ന പി ഓഫ് എക്സ് ഉണ്ടാക്കണമെങ്കിൽ ഓർ പി ഓഫ് എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി ഓഫ് എക്സ് എന്ന് പറയുന്ന പൊസിഷൻ അവിടെ എന്താണ്? ഇറ്റ് ഈസ് ഡിവിഡൻറ്റ്. വാട്ട് ഈസ് ഡിവിഡൻറ്റ്? സോ ഡിവിഡൻറ്റ് is equal to product of q of x and g of x is the divisor. Okay, divisor into quotient ആണ് q of x, quotient plus remainder. സോ ലോങ് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ ആലോചിച്ചോളാം. എന്താണ് ആലോചിക്കേണ്ടത്? ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. സോ നൗ യു ക്യാൻ റൈറ്റ് ദിസ് പ്രോപ്പർട്ടി ലൈക്ക് ദിസ്. ഇഫ് യു ഹാവ് ടു പോളിനോമിയൽസ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്, യു ഹാവ് ടു പോളിനോമിയൽസ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്, ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈസ് ദ ക്വോഷ്യന്റ്. ക്യൂ ഓഫ് എക്സ് ഈസ് ദ ക്വോഷ്യന്റ് obtained by dividing p of x by what? g of x. p of x നെ g of x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന quotient ആണ് q of x എങ്കിൽ, and r of x is the remainder, then we can express that polynomial p of x as q of x into g of x പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഏത് പോളിനോമിയലും നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താണ്? ഏത് പോളിനോമിയൽ പി ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്ന് എഴുതാൻ പറ്റും. നമുക്കൊരു പോളിനോമിയൽ പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പ്രസ് പി ഓഫ് എക്സ് ആസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആർ ഓഫ് എക്സ് ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലേ. ആർ ഓഫ് എക്സ് may be 0, or the degree of r of x is always less than that of the degree of what? Divisor. Divisor is here g of x. So the degree of r of x is always less than that of g of x, or r of x may be 0. എപ്പോഴാണ് r of x 0 ആവുക? തന്ന ഡിവൈസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്ന g of x എന്ന് പറയുന്നത് പോളിനോമിയലിൻ്റെ ഫാക്ടർ ആവുന്ന സമയത്ത് r of x 0 ആവും. അതർവൈസ് r of x നോട്ട് ഈക്വൽ 0. സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് ലോങ് ഡിവിഷൻ നിർത്തുന്നത് എപ്പോഴായിരുന്നു? r of x വാല്യൂ 0 അല്ലെങ്കിൽ എപ്പോഴാണ് നിർത്തുക? ഡിഗ്രി ജി ഓഫ് എക്സിനേക്കാൾ ചെറുതാവുമ്പോഴാണ്. അപ്പോൾ എഴുതിയിട്ടുള്ള ഈ കാര്യത്തിന് പി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതിയിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അതിന് സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് is p of x equal to q of x into g of x plus r of x, where q of x is the quotient obtained by dividing the polynomial p of x by g of x, and r of x is the remainder, where r of x may be 0, or the degree of r of x is always less than that of g of x. അതും കൂടി നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡിവൈഡ് 3x³ പ്ലസ് x² പ്ലസ് 2x പ്ലസ് 5 ബൈ 1 പ്ലസ് 2x പ്ലസ് x² ആണ്. ഇത് ലോങ് ഡിവിഷൻ ചെയ്യേണ്ടതാണ്. ഡിവൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ റിമൈൻഡർ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ നേരത്തെ ചെയ്ത ഡിവിഷൻ അൽഗോരിതം വെരിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു 3x³ പ്ലസ് x² പ്ലസ് 2x പ്ലസ് 5 ആണ്. അതുപോലെ ജി ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് 2x പ്ലസ് x² ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ആദ്യത്തെ ഹയർ പവർ ആദ്യം എഴുതുക, x², then x term 2x plus constant term. Okay, so we start dividing this 3x³ plus x² plus 2x plus 5 by x² plus 2x plus 1. So the first term of the quotient
we get by dividing the first term of the dividend by first term of the divisor. So how to get the first term of the quotient? By dividing 3x cube by this x square. So we get 3x. So we write that 3x here. Then multiplying 3x into x square, 3x cube plus 3x into 2x, 6x square plus 3x into 1 is 3x. Then we change the sign of each term and start adding. So we have 0 here, then minus 5x square minus x, and we write the last term, it is plus 5. Again we divide this minus x 5x square by what? X square. So we get minus 5, and we put this minus 5 here, and minus 5 into x square is minus 5x square, minus 5 into plus 2x is minus 10x, and minus 5 into plus 1 is minus 5. Then change the sign of each and add. So we have 0, then here 9x, positive 9x, and what is here? Plus 10. We stop our process here. Why we stop the process here? Because we get the remainder here, r of x equal to 9x plus 10. And the degree of this r of x is 1, and that of this g of x or divisor is 2. So degree of r of x is less than that of g of x. So we stop our process here. Okay, ഇവിടെ നമുക്ക് നിർത്താം. കാരണം നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് റിമൈൻഡറിൻ്റെ ഡിഗ്രി ആരെക്കാൾ ചെറുതായിട്ടും ഡിവൈസറിൻ്റെ ഡിഗ്രിയേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പി ഓഫ് എക്സ് ആയിട്ടുള്ള ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? വി നോ ദാറ്റ് വി ക്യാൻ എക്സ്പ്രസ് ദാറ്റ് പി ഓഫ് എക്സ് ആസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ ഹിയർ ജി ഓഫ് എക്സ് ഈസ് ദ divisor. G of x is x square plus 2x plus 1, and here what about q of x is the quotient, which is 3x minus 5, and the remainder is 9x plus 10. Okay, so we can express this polynomial like this. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡിവൈഡ് 3x square minus x cube minus 3x plus 1 by a second degree polynomial x minus 1 minus x square ആണ്. So we take p of x as 3x square minus x cube minus 3x plus 5. But here we note that the polynomial p of x is not in its standard form. Polynomial standard form എഴുതുമ്പോൾ ആദ്യം ഹയസ്റ്റ് പവർ എഴുതണം, പിന്നെ പവേഴ്സ് കുറച്ച് അങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ, കുറച്ചാണ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്, അതിൻ്റെ സൈൻ മൈനസ് ആണ്, മൈനസ് എക്സ് ക്യൂബ്. ദെൻ വി റൈറ്റ് ദ സെക്കൻഡ് ടേം സെക്കൻഡ് ഡിഗ്രി ടേം ആസ് 3x square. Then we have next x term, and also we have constant term. Then what is g of x here? It is x minus 1 minus x square. So g of x is also not in its standard form. So we write the first term as x square term, which is the highest power on x square. Highest power on ആദ്യം എഴുതേണ്ട പോളിനോമിയൽ. Then അതിൽ കുറഞ്ഞ പവർ x ആണ്, പിന്നെ 1. അതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയിട്ട് നമ്മൾ ഡിവിഷൻ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലല്ല തന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി തുടങ്ങാം. ഇനി ഇതിൽ ഏതെങ്കിലും ഹയസ്റ്റ് പവർ എഴുതിയ ശേഷം ഏതെങ്കിലും ഒരു പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പവറിന് നമ്മൾ 0 ചേർത്തിട്ട് എഴുതി കൊടുക്കണം. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്, ലോങ് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x square minus 3x plus 5 is our dividend. And what is our divisor? Minus x square plus x minus 1 is our divisor. To get the first term of the quotient, we divide the first term of the dividend minus x cube by first term of the divisor x square minus x square. So minus x cube and minus x square divided by positive x ആണ്. We write the positive x as the first term of the quotient. Then we start multiplying this by this x. By x into minus x square is minus x cube. Then x into plus x is plus x square. X into minus 1 is minus x. And change the sign. We get 0. And what is here? 2x square. And here minus 2x. 2x square minus 2x. And we write the last term here.
Again we take the first term of the quotient as 2x square and divide this first term by what? Minus x square. So we get minus 2. So which is the second term of the quotient. So we have minus 2 here. Minus 2 into minus x square is 2x square, and minus 2 into plus x is minus 2x, and minus 2 into minus 1 is plus 2. Again change the sign of each and start adding. So we have 0, again 0 here, 5 plus minus 2 is 3. So we get the remainder as 3. So here we get quotient q of x as x minus 2 and r of x, the remainder as what? 3. So we have the p of x equal to g of x into q of x. G of x is minus x square plus x minus 1 into q of x is x minus 2 plus 3. Then we can express p of x like this. ഇതിൻ്റെ പ്രോഡക്റ്റ് ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടുള്ളൂ, p of x തന്നെയാണ് കിട്ടുള്ളൂ എന്ന് ഉറപ്പാണ് കേട്ടോ. നമ്മളോട് ചോദ്യം പറയാണ് വെരിഫൈ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയാമെന്ന് വിചാരിച്ചോളൂ. അപ്പം വെരിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഡിവിഡൻഡ് കിട്ടുമോ നോക്കണം. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ. ആദ്യം എക്സ് കൊണ്ട് ഇതിനെല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. Then minus 2 കൊണ്ട് multiply. Minus 2 into minus x square is plus 2x square. Minus 2 into plus x is minus 2x. Minus 2 into minus 1 is plus 2 plus 3. So we have minus x cube minus x square and minus 2x square is plus 3x square. Minus x and minus 2x is minus 3x. And we have plus 5. So ഇതല്ലേ മോളിൽ എഴുതിയിട്ടുള്ളത്? 3x square minus x cube minus 3x plus 5. ഡിവിഡൻഡ് കിട്ടിയില്ലേ? അടുത്തൊരു ചോദ്യം നോക്കൂ, ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ചോദ്യം? ഫൈൻഡ് ഓൾ സീറോസ് ഓഫ് 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2 if you know that 2 of its zeros are root 2 and minus root 2. ഇതൊരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലേ? ഒരു പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് അതിൻ്റെ ഡിഗ്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ദ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഇഫ് എ പോളിനോമിയൽ ഇസ് ഓഫ് ഡിഗ്രി 2 ഇറ്റ് ഹാസ് മാക്സിമം ഓർ അറ്റ് മോസ്റ്റ് 2 zeros. If it is 3 or cubic polynomial, maximum number of zeros of that cubic polynomial is 3, and if it is 4, its maximum number is 4. അങ്ങനെയാണ്. അതായത് ഡിഗ്രിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് അല്ലേ? എൻ്റെ എണ്ണം 4 എണ്ണം മാക്സിമം ഉണ്ടാവാന്നേ പറയുന്നുള്ളൂ. അതായത് 2 zeros തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? root 2 and minus root 2. സോ നമുക്കറിയാം, സിൻസ് root 2 is a zero of this polynomial, we have x minus root 2 is a factor. x minus root 2 ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ മൈനസ് റൂട്ട് 2 is a zero, then we have x plus root 2 is a factor. So we have two factors here, x minus root 2 and x plus root 2. So if we have two factors, then their product is also a factor of this polynomial. Therefore x minus root 2 into x plus root 2 is a factor. ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മളുടെ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആവും അല്ലേ? എക്സ് മൈനസ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമാണ്. വാട്ട് ഈസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി? So it is a square minus b square. So we have x square minus root 2 square is a factor. X square minus root 2 square is a factor, or x square minus root 2 square is 2. X square minus 2 is a factor of the given polynomial p of x. Let it be p of x എന്ന് വിചാരിച്ചാൽ അല്ലേ? തന്നിരിക്കുന്ന പോളിനോമിയൽ p of x ആണെങ്കിൽ അതിൻ്റെ ഫാക്ടറാണ് x square minus 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് വിട്ടെ. ഇതിനെ നമുക്ക് x square minus 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണേ. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2നെ x square minus 2 എന്ന് പറയുന്ന ഈ സെക്കൻഡ് ഡിഗ്രി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ലോങ് ഡിവിഷൻ തന്നെയാണ്, ഡിവിഷൻ നടത്താൻ പോവാണ്. ആദ്യം 2x raised to 4 ആണ് ഫസ്റ്റ്, അതിലെ x square കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ 2x square എന്നാണ് വരുന്നത്. So we write the first term of the quotient as 2x square, then 2x square into x square is 2x raised to 4 minus 4x square, okay, minus 4x square. So here we change the sign of this and start adding. There will be no x cube term here, so we just
write this term here minus 3x cube, and we add minus 3x square in plus 4x square, so we get x square. Okay, again we start dividing this minus 3x cube by x square, so we get minus 3x. So we write minus 3x here, and minus 3x into x square is minus 3x cube, and minus 3x into minus 2 is plus 6x. Okay, again we have no x square term, write this x square term here, and we change the sign of each and start adding this minus 6x and minus 6, so it will be 0 and 0x minus 2. Okay, to get the third term of the quotient, we divide x square by what? X square, so it is 1, so we put 1 here, so we have x square minus 2, so the remainder is 0 now. Okay, so it is clear that the remainder is 0. Why? Because given that x square minus 2 is a factor. Remainder 0 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് അർത്ഥം. കാരണം റിമൈൻഡർ 0 കിട്ടണം. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ തന്നിട്ടുണ്ട് x square minus 2 ഫാക്ടർ ആയതുകൊണ്ട്. ഫാക്ടർ ആയതുകൊണ്ട് റിമൈൻഡർ 0 ആവണമെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ റിമൈൻഡർ ഇവിടെ 0 ആണ് എങ്കിലേ നമ്മൾ ചെയ്തത് ശരിയായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. സോ ഹിയർ റിമൈൻഡർ is 0. We get the quotient as 2x square minus 3x plus 1. Okay. So we know the division algorithm for polynomial p of x, which is g of x into q of x plus some r of x എന്നാണ് ഉണ്ടായിരുന്നത്. ഇവിടെ g of x എന്ന് പറയുന്നത് എന്തായിരുന്നു? g of x is the divisor, which is x square minus 2. What is q of x here? Will be the quotient 2x square minus 3x plus 1, and r of x is here 0 because x square minus 2 is a factor. So how to write that p of x? P of x, we can write P of x as g of x into q of x. G of x here x square minus 2 into q of x is 2x square minus 3x plus 1, and here r of x is 0. So no need to write that 0 here. So enough like that. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. എക്സ് മൈനസ് റൂട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 2 ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ട ആരെയാണ്? 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1നെ ഫാക്ടറൈസ് ചെയ്യണം. ഇവിടെ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റിംഗ് അപ്പ് ദി മിഡിൽ ടേം ആണ്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2x സ്ക്വയറും 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2x സ്ക്വയർ ഇൻറ്റു 1 ഈസ് 2x സ്ക്വയർ. ദെൻ ഇതുപോലെ നമ്മൾ ഈ മിഡിലുള്ള ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? 2x സ്ക്വയർ കിട്ടുന്ന തരത്തിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് 3xനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ മൈനസ് 3xന് നമുക്ക് മൈനസ് 2x ആൻഡ് മൈനസ് എക്സ് എന്ന് എഴുതിക്കൂടെ അല്ലേ? മൈനസ് 2xും മൈനസ് എക്സും എഴുതി കഴിഞ്ഞാൽ മൈനസ് 2x എക്സ് ഈസ് മൈനസ് 3x, ദെൻ പ്രോഡക്റ്റ് ഈക്വൽ ടു 2x സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ വി ക്യാൻ സ്പ്ലിറ്റ് ദി മിഡിൽ ടേം. 2x സ്ക്വയർ മൈനസ് 3x ഈക്വൽ ടു മൈനസ് 2x മൈനസ് എക്സ് പ്ലസ് 1. So in both these we have a common factor 2x. We take that outside, we have x minus 1, and also from these two we take minus outside, and we get x minus 1 here. So here these two, in these two we have a common factor x minus 1, we take that outside, we get 2x minus 1. So now we get the factors of this 2x square minus 3x plus 1 as x minus 1 and 2x minus 1. Now how to express this p of x? Now one of the factor is x square minus 2, and we have two other factors here, x minus 1 and 2x minus 1. X minus 1 and 2x minus 1 are the new factors, new first degree factors. So we know two of its zeros are minus root 2 and plus root 2. From here we get minus root 2 and plus root 2 are the zeros of this. Again we have two more factors here. Using that factors we can find the other two zeros. How to find that? So since x minus 1 is a factor, x minus 1 is a factor, we got x equal to 1 is a 0. Okay. Similarly, 2x minus 1 is a factor. We have 2x equal to 1 or x equal to 1 by 2 is a 0. Okay, x equal to 1 by 2 is a 0. Therefore, the zeros of p of x are, two zeros are here, root 2 minus root 2, that is given for us, and we have two more zeros, 1 and 1 by 2. We get all four zeros of that polynomial phi of x. In this way we can find the zeros of any degree polynomial. Okay. അടുത്ത ഒരു ചോദ്യം നോക്കാം. Find all zeros of the polynomial 3x raised to 4 plus 6x cube minus 2x square minus 10x minus 5. Two of its zeros are
root of 5 by 3 and minus root of 5 by 3. So നമുക്ക് ആദ്യം തന്ന polynomial p of x എന്ന് എഴുതാം. Okay. So p of x is 3x raised to 4 plus 6x cube minus 2x square minus 10x minus 5. Given that root 5 by 3 is a 0 അല്ലേ? സോ അതിനർത്ഥം എന്താ? എക്സ് ഈക്വൽ ടു റൂട്ട് 5 by 3 എന്നാണ്. ശരിക്കും 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളിനോമിയൽ 0 എന്ന് പറഞ്ഞാൽ അതിലെ പോളിനോമിയൽ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. പി ഓഫ് എക്സിലാണ് തന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആക്ച്വലി എക്സ് ഈക്വൽ ടു റൂട്ട് 5 by 3 എന്ന് ആക്ച്വലി വരുന്നത് അല്ലേ? എക്സ് ഈക്വൽ ടു റൂട്ട് 5 by 3 ഈസ് എ 0. അല്ലെങ്കിൽ എക്സ് മൈനസ് റൂട്ട് 5 by 3 ഈക്വൽ ടു 0 ആയിരിക്കും. ശരിയല്ലേ? എക്സ് മൈനസ് റൂട്ട് 5 by 3 ഈക്വൽ ടു 0 ആകും. എക്സ് ഈക്വൽ ടു റൂട്ട് 5 by 3 എന്ന് പറയുന്നത് ഇങ്ങോട്ട് എടുത്താൽ എന്താ വരിക? എക്സ് മൈനസ് റൂട്ട് 5 by 3 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമുക്ക് അതിന് കിട്ടുന്നത്. ശരിയാണല്ലോ? പോളിനോമിയലിൽ ഇങ്ങനെയുള്ളതൊരു ഫാക്ടർ ആയിരിക്കും എന്നും പറയാം. അല്ലെങ്കിൽ എക്സ് മൈനസ് റൂട്ട് 5 by 3 ഈസ് എ ഫാക്ടർ അല്ലേ? എക്സ് മൈനസ് റൂട്ട് 5 by 3 ഈസ് എ ഫാക്ടർ. ഓർ when we put x ഈക്വൽ ടു റൂട്ട് 5 by 3 in this polynomial we get 0 എന്നും പറയാം. അങ്ങനെയും പറയാം. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 5 by 3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എക്സ് പ്ലസ് റൂട്ട് 5 by 3 ഈസ് എ ഫാക്ടർ ഓർ എക്സ് പ്ലസ് റൂട്ട് 5 by 3 ഈക്വൽ ടു 0. So these two are factors of p of x. We can write x minus root 5 by 3 into x plus root 5 by 3 is also a factor of this polynomial, or their product is also 0 എന്ന് എഴുതാം അല്ലേ? എന്തുകൊണ്ടാണ്? എക്സ് മൈനസ് റൂട്ട് 5 by 3 0 ആണെങ്കിൽ എക്സ് പ്ലസ് റൂട്ട് 5 by 3 0 ആണെങ്കിൽ ദയർ പ്രോഡക്റ്റ് ഈസ് 0 ഓർ ദീസ് ടു ആർ ഫാക്ടേഴ്സ് ഓഫ് പി ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. ഇത് ഏത് ഫോമിലാണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. യൂസിങ് ദിസ് വി ഹാവ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് 5 by 3 ദ ഹോൾ സ്ക്വയർ വിൽ ബി 0 ഓർ എക്സ് സ്ക്വയർ മൈനസ് 5 by 3 ഈക്വൽ ടു 0. നമുക്കിതിപ്പോൾ ഡിവിഷൻ പോസിബിൾ ആവാത്ത, ഡിവിഷൻ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5 by 3 എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഈ പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ പ്രോബ്ലംസ് വരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈക്വൽ ടു 0 എന്നുള്ള ഫോം ആയതുകൊണ്ട് ത്രൂ ഔട്ട് രണ്ട് ഭാഗത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5 by 3 ഈക്വൽ ടു 3 ഇൻറ്റു 0 എന്നുള്ളത് മാറ്റുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 3x സ്ക്വയർ മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓർ 3x സ്ക്വയർ മൈനസ് 5 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എക്സിൻ്റെ ഫാക്ടറായിട്ട് എന്ത് കിട്ടി? 3x സ്ക്വയർ മൈനസ് 5 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് തരുന്നത്. ഇതിൻ്റെ 0 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സിൻ്റെ വാല്യൂയിൽ പുട്ട് ചെയ്താൽ എന്താവും? പോളിനോമിയലിൻ്റെ വില 0 കിട്ടുന്നുള്ളതുകൊണ്ടാണ് 0 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിതിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്തെടുക്കാം? 0നോട് ഇക്വേറ്റ് ചെയ്തെടുക്കുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, ഇനി നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്താൽ മതി. ഏതിനാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ 3x raised to 4 പ്ലസ് 6x ക്യൂബ് മൈനസ് 2x സ്ക്വയർ മൈനസ് 10x മൈനസ് 5 എന്ന പോളിനോമിയലിനെ നമ്മൾ നോർമലി നമുക്ക് കിട്ടിയ ഫാക്ടറായിട്ടുള്ള 3x സ്ക്വയർ മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് ക്വോഷ്യനിലെ ഫസ്റ്റ് ടേം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ടേം ഓഫ് ദി ഡിവൈഡൻറ്റ് ബൈ ഫസ്റ്റ് ടേം ഓഫ് ദി ഡിവൈസർ ആണ്. 3x raised to 4 3x സ്ക്വയർ ഡിവൈഡ് ചെയ്താൽ ക്വോഷ്യനിൽ ഫസ്റ്റ് ടേം കിട്ടും. നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു പ്ലസ് 3x സ്ക്വയർ ഈസ് 3x raised to 4 and we have x square and minus 5 and it is minus 5x square. We write that minus 5x square in here അല്ലേ? അപ്പോൾ ഇവിടെ എഴുതുന്നത് ഈ 2x സ്ക്വയറിൻ്റെ താഴെയായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ സൈനൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വി ഹാവ് 6x ക്യൂബ് ആൻഡ് പ്ലസ് 5x സ്ക്വയർ ആൻഡ് മൈനസ് 2x സ്ക്വയർ ഈസ് plus 3x square and we write the next term also here which is minus 10x. Again we divide this 6x cube by the first term of the divisor. It is 3x square. We get 2x. We write that 2x here. Again 2x into this 3x square is 6x cube. 2x into minus 5 is minus 10x. Okay. Then we start adding by changing the sign. So we have 0 here, we have 3x square, again we have 0 here and we write the last term as 5. Okay, then we have 3x square by 3x square, we get the last term of the quotient which is 1. So we write this 1 here, we have 3x square minus 5. So the remainder is 0. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിമൈൻഡർ 0 കിട്ടുമെന്ന് തന്നെ നോക്കണം. കാരണം ഇവിടെ ഫാക്ടറാന്ന് പറഞ്ഞുകൊണ്ട് റിമൈൻഡർ 0 കിട്ടിയിരിക്കണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നാണ് അർത്ഥം കേട്ടോ. സോ വി ഗെറ്റ് ദ ക്വോഷ്യൻ്റ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1.
ക്വോഷ്യൻ്റ് കിട്ടി. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പി ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു divisor into quotient. Divisor is 3x square minus 5 into quotient is x square plus 2x plus 1 and remainder is 0. No need to write that. Again we have a second degree polynomial here, x square plus 2x plus 1. So we want to find the factors of this x square plus 2x plus 1. So we know x square plus 2x plus 1 is x plus 1 the whole square, or it is x plus 1 into x plus 1. x plus 1 into x plus 1 എന്നാണ് അല്ലേ. സോ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണെങ്കിൽ ഈസ് എ ഫാക്ടർ. സോ വി നോ ദാറ്റ് എക്സ് ഈക്വൽ ടു -1 ഈസ് എ 0. Again we have one more factor that is also x plus 1. So we get x equal to -1 is a 0. Now we can write all zeros of this polynomial p of x. So what are the zeros? Zeros are, one is root 5 by 3. Second one is minus root 5 by 3. Third is -1 and the fourth is also -1. So we have 4 zeros now. Okay. നമ്മളിപ്പോൾ പഠിച്ച ഡിവിഷൻ അൽഗോരിതം ഓഫ് പോളിനോമിയൽസ് ആണ്. പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിനെ നമ്മളൊരു വേറൊരു പോളിനോമിയലായി ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ എക്സ്പ്രസ് ദാറ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് ആസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. വേർ ക്യൂ ഓഫ് എക്സ് ഈസ് ദ ക്വോഷ്യൻ്റ് ആൻഡ് ആർ ഓഫ് എക്സ് ഈസ് ദ റിമൈൻഡർ. ഹിയർ ദ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൂടാതെ നമ്മൾ അതിൻ്റെ സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു. ഒരു പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ എണ്ണം അതിൻ്റെ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഇഫ് ഇറ്റ് ഈസ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഇറ്റ് ഹാസ് അറ്റ് മോസ്റ്റ് 3 zeros. If it is a fourth degree polynomial we have 4. Maximum number of zeros of that polynomial is 4 എന്നൊക്കെ പഠിച്ചു. നമ്മളത് വെച്ചിട്ട് നമ്മൾ സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ആകെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാക്സിമം പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയും പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. എന്നാൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.